Hello. Hi. Good afternoon, everyone. Hello. Hello, how are you guys? അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ലൈവ് കഴിഞ്ഞങ്ങ് പോയതാണ് മിസ് അല്ലേ? അപ്പം ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ലൈവ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ? And first of all, let me thank all of you for being so wonderful batch of students. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ലിസണിങ്ങിന്റെ ലൈവ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇപ്പം ഓൾറെഡി നമ്മുടെ കൂടെ എൻറോൾഡ് ആയിട്ട് ഉള്ള സ്റ്റുഡൻസും അതല്ലാത്ത സ്റ്റുഡൻസും കോണ്ടാക്ട് ചെയ്തിരുന്നു. ആൻഡ് ഞാനും ഒന്ന് രണ്ട് സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു വളരെ യൂസ്ഫുൾ ആയിരുന്നു, ക്ലാസ് എല്ലാം എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾ അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് പിന്നെയും ഇത് പറഞ്ഞു തരാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ അല്ലേ? അപ്പോ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇനി എപ്പോഴാണ് മാം ലൈവ് വരുന്നത് എന്നെല്ലാം ചോദിച്ചപ്പോ ഒരുപാട് സന്തോഷമായി. ഞാനിവിടെ പേരെടുത്ത് പറയാത്തത് കൊണ്ടൊന്നും വിചാരിക്കരുത്, ആരെങ്കിലും വിട്ടുപോയാൽ പിന്നെ അത് പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പോ ഹായ് ഗൈസ്, ഹലോ. ഓക്കെ, സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഐ ഹോപ്പ് യു വിൽ ബി ഏബിൾ ടു സീ ദ സ്ലൈഡ് നൗ. ഓക്കെ, ടോപ്പിക്സ് ഡിസ്കസ്ഡ് സോ ഫാർ ആണ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേ ടോപ്പിക്സ്? IELTS ലിസണിങ്ങിന്റെ ഓവർവ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് ടെസ്റ്റ് ഫോർമാറ്റ്, എത്ര പാർട്സ് ഉണ്ട് എന്നെല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഡിഫറൻസ് ബിറ്റ്വീൻ പേപ്പർ ബേസ്ഡ് ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെ? ഇപ്പൊ ലിസണിങ് ടെസ്റ്റില് പേപ്പർ ബേസ്ഡും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ നോക്കി. ആൻഡ് പിന്നെ നമ്മൾ എന്താ നോക്കിയേ? 4 parts ഓഫ് IELTS ലിസണിങ് ടെസ്റ്റ് നോക്കി അല്ലെ? 4 പാർട്സ് ഏതൊക്കെയാണ്, ആ 4 പാർട്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ നോക്കിയ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റീസ് ഓഫ് IELTS ലിസണിങ് റെക്കോർഡിങ്സ് ആണ്. നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ടെസ്റ്റിലെ റെക്കോർഡിങ്സ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിന്റെ സ്പെഷ്യാലിറ്റീസ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ലൈവില് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഞാൻ നിർത്തിയപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ടിപ്സ് പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ? എങ്ങനെയാണ് നമ്മുടെ ലിസണിങ് ടെസ്റ്റ് അപ്പിയർ ചെയ്യുമ്പോൾ ആ ലിസണിങ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിസണിങ് സ്കിൽസ് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെ? ആ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് ഏതൊക്കെയാണെന്ന് പറയാമെന്ന് മിസ് പറഞ്ഞിരുന്നു, എന്നെ ഓർമ്മയുണ്ട്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടിപ്സ് ടു ഇംപ്രൂവ് ലിസണിങ് സ്കിൽസ് ആണ്. ഓക്കെ, സോ ഹലോ എവ്രി വൺ, ഐ ഹോപ്പ് എല്ലാവരും ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, so the first tip here is listen actively. Okay, in your daily life actively listen to English speakers എന്നാണ് പറയുന്നത്. അതെന്താ ആക്റ്റീവ്ലി ലിസൺ എന്ന് പറയുന്നത്? ലിസൺ, ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആർക്കെങ്കിലും അറിയോ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിംഗ് ആൻഡ് ലിസണിങ്? എനിബഡി? ഓക്കെ, ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കേൾക്കുക. അപ്പൊ ലിസണിംഗ് എന്ന് പറഞ്ഞാലോ അതും കേൾക്കുക എന്നാണല്ലേ? പക്ഷെ അത് രണ്ടും ഡിഫറെന്റ് ആണ്. എന്താണ് ഡിഫറൻസ്? ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ, ഫോർ സപ്പോസ് ഇപ്പൊ നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി പുറത്ത് എന്തെങ്കിലും പക്ഷി കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ടായിരിക്കാം, ഓർ റോഡിലൂടെ വണ്ടികൾ പോകുന്ന ഒച്ച കേൾക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട് അല്ലെ? അതിനെയാണ് നമ്മൾ ഹിയറിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളിപ്പോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അറ്റൻഷൻ, സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു സ്പെഷ്യൽ ഫോക്കസ് അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ ഒരു കാര്യത്തിന് കേൾക്കുന്നതിനെയാണ് ലിസണിങ് എന്ന് പറയുക. ആ പറയുന്ന കാര്യത്തിലേക്ക് നമ്മളൊരു അറ്റൻഷൻ കൊടുക്കും. അറ്റൻഷൻ കൊടുക്കുന്നത് മാത്രമല്ല, പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കും കൂടി ചെയ്യും. അതാണ്
ലിസണിങ് എന്ന് പറയുന്നത്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, എന്തൊക്കെയോ സൗണ്ടുകൾ, എന്തൊക്കെയോ ഒച്ചകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. അത് നമ്മൾ അത്ര മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്ര അറ്റൻഷൻ നമ്മൾ കൊടുക്കുന്നില്ല. ക്ലിയർ? അതിനെയാണ് നമ്മൾ ഹിയറിംഗ് എന്ന് പറയുന്നത്. ലിസണിങ്ങും ഹിയറിംഗും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ലിസൺ ആക്റ്റീവ്ലി. ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്, ഇപ്പൊ മലയാളം നമ്മളെക്കാൾ ബെറ്റർ ആയി, മീനിങ് ഒരു കേരളൈറ്റിനേക്കാൾ ബെറ്റർ ആയി മലയാളം പറയുന്നവര് ഉണ്ടായിരിക്കില്ല, അല്ലെ? ബിക്കോസ് വി ആർ ദ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് മലയാളം. അപ്പൊ ആ മലയാളം ലാംഗ്വേജ് പഠിക്കണം എന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ആൾ ആരെയായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക? ഒരു മലയാളി മലയാളം സംസാരിക്കുന്നത് കേട്ടാലായിരിക്കും ഒത്തന്റിക് മലയാളം പഠിക്കാൻ പറ്റുക, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് കേട്ടാൽ നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ലിസൺ ആക്റ്റീവ്ലി. മീനിങ് പാസീവ് ലിസണിങ് ഉണ്ട്, നമ്മൾ പറഞ്ഞ പോലെ ഹിയറിംഗ് ഉണ്ട്, കേൾക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെയല്ല. ആക്റ്റീവായിട്ട് കേൾക്കണം. ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് പറയുന്നത് ആക്റ്റീവായിട്ട് കേൾക്കുക, അവർ പറയുന്നത് മനസ്സിലാക്കുക. Okay, then watch English movies, TV shows, podcasts and news broadcast. ഇതെല്ലാം കാണാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് മൂവീസ് നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും TV ഷോസ് കാണുന്നുണ്ടെങ്കിൽ സബ് ടൈറ്റിൽസ് ഇല്ലാതെ കാണാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പാസീവ് ലിസണിങ് ആയി പോകും. കാരണം നമ്മൾ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? കേട്ടിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, സബ് ടൈറ്റിൽ വായിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം? സബ് ടൈറ്റിൽ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഓഡിയോസ് കേൾക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ മൂവീസ് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ആദ്യമൊന്നും ഒന്നും മനസ്സിലാവില്ല, ഇത് എന്തോ പറയാണ് എന്ന് നമ്മൾക്ക് തോന്നിപ്പോവും. പക്ഷെ നമ്മൾ ബൈ ടൈം പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി എന്താണ്, നമുക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് വരും. അങ്ങനെ ആക്റ്റീവ്ലി ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. പേ അറ്റൻഷൻ ടു ഡിഫറെന്റ് ആക്സൻസ് ആൻഡ് സ്പീക്കിംഗ് സ്പീഡ്സ്. ഓക്കെ, ഡിഫറെന്റ് സ്പീഡുകൾ. ഇപ്പൊ ഒരാൾ നേച്ചുറലി പറയുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പീഡായിട്ട് പറയുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് സ്പീഡ്സ് ട്രൈ ചെയ്യുക. അപ്പൊ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിൽ ഇരുന്ന് ഒരു നാച്ചുറൽ സ്ലോ പേസിലായിരിക്കും പോഡ്കാസ്റ്റ് പറയുന്നത്. ബട്ട് ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി സ്പീഡ് കൂടും, അല്ലെ? അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഡും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്സൻസും കേൾക്കാൻ ശ്രമിക്കുക. Okay, so that's the first tip. എന്താണ് ഫസ്റ്റ് ടിപ്പ്? Listen actively. Now let's move on to the next slide and see the next tip, that is expand vocabulary. Okay, അപ്പൊ vocabulary expand ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ലാംഗ്വേജ് വേർഡ്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒരുപാട് വേർഡ്സ്, ഡിഫറെന്റ് വേർഡ്സ് നമ്മുടെ ബ്രെയിനിൽ ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുക. അപ്പോ ഒരു വേർഡിന് പല അർത്ഥങ്ങളുണ്ട്, ഇന്ന വേർഡൊക്കെ നമുക്ക് ഇതിന് പകരം യൂസ് ചെയ്യാം എന്നുള്ള ഒരു വൊക്കാബുലറി ബാങ്ക് നമ്മൾ ബ്രെയിനിൽ ഉണ്ടാക്കുക. ഓക്കെ, യു ക്യാൻ കീപ് എ നോട്ട്ബുക്ക് ഫോർ ദാറ്റ്. ഓക്കെ, ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാം. ആൻഡ് ദെൻ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ വേർഡ്സ്, ഓക്കെ, പുതിയ വേർഡ്സ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഫീഡ് ചെയ്ത് വെക്കാം, അതിൽ ഫീഡ് ചെയ്ത് വെക്കാം. ദെൻ അത് കൂടുതൽ വായിക്കുന്നതോട് കൂടി എന്താണ്, ഇത് നിങ്ങളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവും. അതിന് എങ്ങനെ നമുക്ക് പുതിയ വേർഡ്സ് കിട്ടും? അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. റീഡ് ബുക്സ്, ആർട്ടിക്കിൾസ് ആൻഡ് ലിസൺ ടു പോഡ്കാസ്റ്റ്. ഓക്കെ, ബുക്സ് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പുതിയ വൊക്കാബുലറി കിട്ടും, പുതിയ വേർഡ്സ് കിട്ടും. ആർട്ടിക്കിൾസ് വായിക്കാം, ഓൺലൈൻ ആയിട്ട് വായിക്കാം, ഓർ നിങ്ങളുടെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം, പുതിയ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ലിസൺ ടു പോഡ്കാസ്റ്റ്. ക്ലിയർ? സോ സെക്കൻഡ് ടിപ്പ് ഈസ് എക്സ്പാൻഡ് യുവർ വൊക്കാബുലറി. ക്ലിയർ? Okay, I hope it's clear to you. And next tip we have in the next slide, practice diverse listening materials. Okay, listen to a variety of audio materials. ഞാൻ പറഞ്ഞ കാര്യമാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയോ മെറ്റീരിയൽസ് കേൾക്കുക. ലെക്ചേഴ്സ്, ഫോർമൽ ലെക്ചേഴ്സ്, കാഷ്വൽ കോൺവെർസേഷൻസ്, ഇന്റർവ്യൂസ് ആൻഡ് ഡിബേറ്റ്സ്. ഒരേ കാര്യം തന്നെ. ഇപ്പൊ ഇംഗ്ലീഷ് സോങ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ അങ്ങനെ വിചാരിക്കുക. ബട്ട് ഇംഗ്ലീഷ് മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരു ഒതന്റിക് ആയ ഒരാളുടെ ഒരു ലെക്ചർ നിങ്ങൾ കേൾക്കണം, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇന്റർവ്യൂ ആണ്, ഓക്കെ, ഇന്റർവ്യൂ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മൾ കേൾക്കുമ്പോൾ ഡൈവേഴ്സിന്റെ അർത്ഥം എന്താ? ഡിഫറെന്റ് ആയ മെറ്റീരിയൽസ്, ലിസണിങ് ഓഡിയോ മെറ്റീരിയൽസ് നിങ്ങൾ കേൾക്കുക. IELTSന്റെ മെറ്റീരിയൽസ് അല്ല പറയുന്നത്, ഡിഫറെന്റ് ഇപ്പൊ ലെക്ചേഴ്സ് കേൾക്കുക, ഇന്റർവ്യൂസ്, ഡിബേറ്റ്സ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് അവർ
tip here, practice diverse listening materials. Then let's move on to the next slide and see our next tip. Transcribe and summarize. Okay, we have a comment here. How many questions are there in the IELTS listening test? നമ്മൾ കഴിഞ്ഞ ലൈവില് ഡിസ്കസ് ചെയ്തതാണല്ലേ. എത്ര ക്വസ്റ്റ്യൻസ് ആണ് IELTS listening ടെസ്റ്റിലുള്ളത്? 40 questions ആണ്. 30 minutes you will be given to answer 40 questions in total. Okay then. Transcribe and summarize. ഇതെന്താണ്? Challenge yourself by transcribing short audio clips. ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഷോർട്ട് ഓഡിയോ ക്ലിപ്സ് എടുക്കുക. യൂട്യൂബിൽ നിന്നോ ഓർ സ്പോട്ടിഫൈയിലൊക്കെ പോഡ്കാസ്റ്റ് ഉണ്ട്, അത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? യൂട്യൂബിലാണെങ്കിൽ സബ് ടൈറ്റിൽസ് ഓർ ക്യാപ്ഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഷോർട്ട് ഓഡിയോ ക്ലിപ്സ് എടുക്കുക. ദെൻ ടേക്ക് എ ബുക്ക് ആൻഡ് എ പെൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കേൾക്കുന്നത് എഴുതി വെക്കുക. ഇതിങ്ങനെ പറയുമ്പോൾ സബ് ടൈറ്റിൽസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക എന്നാണ് ഇതിന്റെ ചുരുക്കം. ഓക്കെ, ട്രാൻസ്ക്രൈബ് ചെയ്യുക. ഈ ഓഡിയോയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഇതാണ് പറഞ്ഞത് എന്ന് നമ്മുടെ ലാംഗ്വേജിൽ എഴുതുകയല്ല കേട്ടോ. അവര് പറയുന്നത്, ആ പറയുന്നത് എങ്ങനെയാണോ അത് നമ്മൾ എഴുതുക. അതാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ സമ്മറൈസ് ചെയ്യാം. നെക്സ്റ്റ് ട്രിക്കാണ് സമ്മറൈസ് യുവർ വാട്ട് യു ഹിയർ. അപ്പൊ നിങ്ങൾ കേൾക്കുന്നത്, ഒരു ഓഡിയോ കേട്ടു, ഒരു 5 minutesന്റെ ഒരു ഓഡിയോ കേട്ടു, അത് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചു, അതെന്താണെന്ന് മനസ്സിലായോ എന്നുള്ളത് ആ ഒരു 5 minutes ഓഡിയോന്റെ ഒരു സമ്മറി നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതി നോക്കുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ക്രൈബ് ആൻഡ് സമ്മറൈസ്. ട്രാൻസ്ക്രൈബ് ചെയ്യാം, യു ക്യാൻ റൈറ്റ് ദ സബ് ടൈറ്റിൽസ് യുവർ സെൽഫ്, ഓർ എന്ത് ചെയ്യാം? സമ്മറൈസ് ചെയ്യാം. മീനിങ് ആ ഒരു ഓഡിയോ കേട്ടിട്ട് അതിന്റെ ഒരു സമ്മറി, അതിൽ നിന്ന് എന്ത് മനസ്സിലായി. ദിസ് tip is very important for IELTS listening test. പ്രത്യേകിച്ച് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ സമ്മറൈസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് നമുക്ക് നന്നായിട്ട് അവിടെ യൂസ്ഫുൾ ആണ്. ഓക്കെ, നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ട്രാൻസ്ക്രൈബ് ആൻഡ് സമ്മറൈസ്. Now let's move on to the next slide and look at our next tip. Take advantage of online resources. Use online platforms like YouTube and websites that offer listening exercises and activities. Okay, you can always do that. നമുക്ക് ഇഷ്ടം പോലെ ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഓൺലൈൻ അല്ലേ. ഇപ്പൊ യൂട്യൂബിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ആൻഡ് അതർ വെബ്സൈറ്റ്സിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതിൽ ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള എക്സാമ്പിൾസ് സഹിതം കൊടുത്തിട്ടുണ്ടാവും. ദെൻ എക്സസൈസസ് ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ദെൻ എക്സസൈസസ് ഉണ്ടായിരിക്കും, ഓഡിയോസ് ഉണ്ടായിരിക്കും. യു ക്യാൻ ഡു ദാറ്റ്. ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ചെയ്യാം. നിങ്ങളുടെ സ്കോർ ക്യൂസ് പോലെ നിങ്ങൾക്ക് തന്നെ അതിൽ ആക്സസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ I have provided here some examples, some sites that you can use. Amazon Kindle, ഇത് നമ്മുടെ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ. ദെൻ ടെഡ് ടോക്സ് ആൻഡ് ഓഡിയോ ബുക്സ്. നമ്മുടെ ഷോർട്ട് സ്റ്റോറീസ് പിന്നെ നോവൽസ് ഒക്കെ നിങ്ങൾക്ക് ഓഡിയോ ബുക്സ് വഴി കേട്ട് മനസ്സിലാക്കാൻ, എൻജോയ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. ഈ പറഞ്ഞ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ടിപ്സ് എല്ലാം ഇതില് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. ഇപ്പൊ ടെഡ് ടോക്സ് കേൾക്കുകയാണെങ്കിൽ, യൂട്യൂബിൽ പോയിട്ട് ടെഡ് ടോക്സ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സബ് ടൈറ്റിൽസ് നിങ്ങൾക്ക് തന്നെ എഴുതി നോക്കാം, അതിന്റെ സമ്മറി നിങ്ങൾക്ക് എഴുതി നോക്കാം. പ്രത്യേകിച്ച് ഓഡിയോ ബുക്സ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ, ഒരു നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു റിവ്യൂ എഴുതി നോക്കാം. ഓർ ആ ഓഡിയോയിൽ എന്താ പറഞ്ഞേ, എന്തൊക്കെ ക്യാരക്ടേഴ്സിന്റെ പേര്, അവരുടെ റിലേഷൻ, നിങ്ങൾക്ക് കാച്ചി ആയിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് ഓഡിയോ ബുക്സ് എൻജോയ് ചെയ്യാനും പറ്റും, and at the same time you can improve your listening skills as well. Okay, ഇതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹായ് ഒലിവിയ, ഹലോ, ഹായ് ശ്രുതി, ഹായ് ദിവ്യ. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പറഞ്ഞ ടിപ്സ് എല്ലാം ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് വൺ, ലിസൺ ആക്റ്റീവ്ലി, ദെൻ എക്സ്പാൻഡ് യുവർ വൊക്കാബുലറി, ദെൻ ട്രാൻസ്ക്രൈബ് ആൻഡ് സമ്മറൈസ്. Okay, then take advantage of online resources, and you can also practice diverse listening materials. Okay, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസണിങ് സ്കിൽസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ IELTSന്റെ ലിസണിങ് ഓഡിയോ കേൾക്കുമ്പോൾ അപ്പൊ നമ്മൾ പാനിക് ആവില്ല. ഓക്കെ, ക്ലിയർ all of you?
Okay, how is the IELTS listening test delivered? Okay, IELTS listening test നമുക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു, പേപ്പർ ബേസ്ഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലിസണിങ് ടെസ്റ്റും റീഡിംഗ് ടെസ്റ്റും റൈറ്റിംഗ് ടെസ്റ്റും ഈ മൂന്നെണ്ണം ഒരുമിച്ച് ഒരു ഒറ്റ സ്ട്രെച്ചിലാണ് നടത്തുക. ഓക്കെ, അത് പേപ്പർ ബേസ്ഡ് ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട്. അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചൂസ് ചെയ്യാം. ഓക്കെ, okay then let's move on to the next slide, and I have provided you a sample question paper there. Okay, ഇങ്ങനെയാണ് നമ്മുടെ ഒരു IELTSന്റെ ലിസണിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. അവിടെ കൊടുത്തിട്ടുള്ളത് ഏതാ? നോട്ട്സ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ ചോയ്സ്, നോട്ട് കംപ്ലീഷൻ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ IELTS ലിസണിംഗ് ടെസ്റ്റിൽ അപ്പിയർ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മൾ ഇനി വരുന്ന ലൈവുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെല്ലാം നമ്മൾ 1 by 1 നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെങ്ങനെ സോൾവ് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ ഓക്കെ, സോ ഫാർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. യു ക്യാൻ ഓൾവേസ് put it in the comments. Okay then let's move on to our next topic, and we have our next slide there, the 3 stages of IELTS listening. Okay, അപ്പൊ നമ്മൾ ഇനി ഫ്രഷ് ആയിട്ട് പുതിയൊരു ടോപ്പിക്കിലോട്ട് കിടക്കാണ്. ഇതുവരെ നമ്മൾ IELTS listening skills ഓർ പൊതുവെ നമ്മുടെ ഇംഗ്ലീഷ് ലിസണിങ് സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ടിപ്സ് ആണ് നോക്കിയത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു മാറ്റർ ആണ്. 3 സ്റ്റേജസ്, 3 ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് IELTS ലിസണിങ്. IELTS ലിസണിങ്ങിന്റെ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രീ ലിസണിങ് സ്റ്റേജ്. പ്രീ ലിസണിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് ലിസണിങ്, ഓക്കെ, ആക്ച്വൽ ലിസണിങ് നടക്കുന്നതിന് മുന്നേ ഓർ ബിഫോർ ലിസണിങ് സ്റ്റേജ് ആണ് നമ്മൾ. ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ലിസണിങ് സ്റ്റേജ്. ദെൻ വി ഹാവ് വൈൽ ലിസണിങ് സ്റ്റേജ്. ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ വൈൽ ലിസണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് പോസ്റ്റ് ലിസണിങ് സ്റ്റേജ്. ഓക്കെ, ലിസൺ ചെയ്ത് കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജ് ആണ് പോസ്റ്റ് ലിസണിങ് സ്റ്റേജ്. Okay, so let's move on to our pre-listening stage, and you can see the next slide there. Pre-listening stage, the initial part of the listening section. അപ്പം ലിസണിങ് ടെസ്റ്റിന്റെ ഇനീഷ്യൽ ഓർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ലിസണിങ് സ്റ്റേജ് ഓർ ബിഫോർ ലിസണിങ് സ്റ്റേജ്. ബിഫോർ യു സ്റ്റാർട്ട് ലിസണിങ് ടു ദ ഓഡിയോ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ IELTS റെക്കോർഡിംഗ് പ്ലേ ആവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് ആണ് എന്ത്, പ്രീ ലിസണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോൾ നമ്മൾ ടെസ്റ്റിന് പോയി ഇരിക്കുകയാണ്, ഇരുന്ന് ആ IELTSന്റെ ആക്ച്വൽ റെക്കോർഡിംഗ് പ്ലേ ആവുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിനെ നമ്മൾ പ്രീ ലിസണിങ് എന്ന് പറയും. അതേപോലെ തന്നെ ഓരോ പാർട്ട് ഓർ ഓരോ സെക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, അങ്ങനെ 4 പാർട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പാർട്ടിന്റെ മുന്നേയും എന്താണ് ഉള്ള സ്റ്റേജിനെ നമ്മൾ എന്ത് പറയും, പ്രീ ലിസണിങ് സ്റ്റേജ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് പ്രീ ലിസണിങ് സ്റ്റേജ്. ക്ലിയർ ആയല്ലോ? പ്രീ ലിസണിങ് സ്റ്റേജ് ഓർ ബിഫോർ ലിസണിങ് സ്റ്റേജ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ? ഓക്കെ then let's move on to the next slide, and pre-listening stage എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. What is in the pre-listening stage? Okay, pre-listening സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? പ്രീ ലിസണിങ് സ്റ്റേജിലാണ്. provides essential information about the listening test. അപ്പൊ നമ്മൾ ഇരുന്ന് നമ്മൾ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചു. അപ്പൊ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്? നമ്പർ ഓഫ് സെക്ഷൻസ്, യു വിൽ ഹാവ് ടു അറ്റൻഡ് ദിസ് മച്ച് നമ്പർ ഓഫ് സെക്ഷൻസ്, ഇത്ര സെക്ഷൻസ് ഉണ്ടായിരിക്കും, ഓഡിയോ വിൽ ബി പ്ലേഡ് ഓൺലി വൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് തരും. ഓർ പാസേജസ് യു വിൽ ലിസൺ ടു. Okay, then the specific instructions for each section. ഇത് എപ്പോഴാണ് ഉണ്ടാവുക? ഓരോ പാർട്ടിന്റെ ഓരോ സെക്ഷന്റെയും മുന്നേ നടക്കുന്ന ഒരു സ്റ്റേജിലാണ് ഈ
ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ദ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഈച്ച് സെക്ഷൻ. ഇപ്പൊ ഞാൻ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, സെക്ഷൻ 3 പാർട്ട് 3 ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നേ എനിക്ക് ഇൻസ്ട്രക്ഷൻസ്, ഒരു ഇൻട്രൊഡക്ഷൻ തരും, ഇന്നതാണ് കേൾക്കാൻ പോകുന്നത്, ഇങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ തരും. അതിന് നമ്മൾ എന്ത് പറയും? പ്രീ ലിസണിങ് സ്റ്റേജിൽ എന്ന് പറയും. അപ്പൊ പ്രീ ലിസണിങ് സ്റ്റേജിൽ ആദ്യം നടക്കുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ടോപ്പിക് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ദെൻ ഉണ്ടാവുന്നത് ഏതാണ്? ടോപ്പിക് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ്. പ്രൊവൈഡ്സ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദ ടോപ്പിക് ഓർ കോണ്ടെക്സ്റ്റ് ഓഫ് ദ അപ്കമിംഗ് ലിസണിംഗ് പാസേജ് ഓർ ലിസണിംഗ്. നമ്മുടെ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യനിൽ ഇനി എന്താണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇനി കേൾക്കാൻ പോകുന്നത് ഒരു ബയോളജി ലെക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഒരു എക്സ്പേർട്ട് ഡെലിവർ ചെയ്യുന്ന ഒരു ബയോളജി ലെക്ചർ ആണ് ഞാൻ കേൾക്കാൻ പോകുന്നത് എന്ന് ആര് പറയും? ഓഡിയോയില് പറയും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇന്ന ടോപ്പിക് ആണ് കേൾക്കാൻ പോകുന്നത്, ഇന്ന കോണ്ടെക്സ്റ്റ് ആണ് അത് ഉള്ളത്. ഇപ്പം ഇതൊരു എന്താ പറയാ, ഹോട്ടൽ മാനേജർ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ആ ടോപ്പിക് ഏതാണ്, ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു സിറ്റുവേഷൻ ഏതാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ പ്രീ ലിസണിംഗ് സ്റ്റേജിലാണ്. ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് ദ ജനറൽ തീം ആൻഡ് സബ്ജക്ട് മാറ്റർ. നമ്മൾ പറഞ്ഞ അല്ലെ, ജനറൽ തീം ഇപ്പൊ എന്താണ് ഇതിൽ നടക്കുന്നത്? ഓക്കെ, ദിസ് ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. ഒക്കെ നമുക്കൊരു ജനറൽ തീം കിട്ടി. ദെൻ അതിൽ കേൾക്കാൻ പോകുന്ന സബ്ജക്ട് മാറ്റർ എന്താണ് എന്ന് നമ്മൾ ഒക്കെ നമുക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത് പ്രീ ലിസണിംഗ് സ്റ്റേജിലാണ്. Okay, so first we have an introduction, then we get an idea about the topic we are going to listen to and the situation or the context or the theme we are going to listen to. Okay, then let's move on to the next slide. What's in the pre-listening stage? The next one is time for preview. This is very, very important. A short period to review the questions is given. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ തന്ന ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യാൻ, ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാനും വായിക്കാനും റിവ്യൂ ചെയ്യാനും ഉള്ള ഒരു സമയം നമ്മുടെ ഓഡിയോയിൽ തരും. ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വിൽ ബി ഗിവൺ. allows you to familiarize yourself with the questions. അപ്പോ നമ്മുടെ മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു കമ്പ്യൂട്ടർ ഡെലിവേർഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ എ സ്ക്രീൻ. വൈൽ ഇഫ് യു ആർ റൈറ്റിംഗ് എ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ്, then you'll have a question paper with you, physical question paper with you അല്ലെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് അപ്പൊ ഓഡിയോ പ്ലേ ആയിട്ടില്ല. Okay, this is a pre-listening stage. Audio play ആവുന്നതിന് മുന്നേ you will get a short period of time to familiarize yourself with the questions. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് വായിക്കാനും ആ ക്വസ്റ്റ്യൻസ് ഞാൻ എന്തൊക്കെയാണ് കേൾക്കേണ്ടത്, ഓക്കെ ഇന്നതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ അതോ എങ്ങനെയാണ്, ഏത് ക്വസ്റ്റ്യൻ ആണ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു ടൈം യൂസ് ചെയ്യാം. ആൻഡ് ഹെൽപ്പ് യു ടു സ്ട്രാറ്റജൈസ് ഹൗ ടു അപ്രോച്ച് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ ടൈമിൽ ഞാൻ ഇങ്ങനെ നോക്കിയതിന് ശേഷം ഞാൻ കണ്ടുപിടിച്ചു, ഓക്കെ ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആൻഡ് ഞാൻ ആ ക്വസ്റ്റ്യനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാം അല്ലെ. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഇങ്ങനെ ഓഡിയോ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മുടെ പ്രീ ലിസണിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രീ ലിസണിംഗ് സ്റ്റേജിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? Introduction and topic and context, and then you will get time for preview. Okay, then let's move on to the next slide, and I have some tips for you to effectively handling the pre-listening stage. അപ്പൊ pre-listening സ്റ്റേജിനെ എങ്ങനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുന്നേ നമുക്ക് കുറച്ച് കമന്റ്സ് നോക്കാം. What are some tips for the test day? Okay, ടെസ്റ്റ് ഡേയില് ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാനുണ്ട്. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടിപ്പ് എനിക്ക് തരാനുള്ളത് പ്രിപ്പയർ യുവർ സെൽഫ് വെൽ. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ലൈവും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. എന്തിനാണ്?
ഇന്ന കാര്യമാണ് ഞാൻ അറ്റൻഡ് ചെയ്യാം. നമുക്ക് എപ്പോഴും പേടി വരുന്നത് എന്തിനാ? നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പേടി വരിക, അല്ലെ? എനിക്ക് അറിയുന്നൊരു കാര്യമാണ്, ഇതൊക്കെയാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കില്ല. സോ പ്രിപ്പയർ യുവർ സെൽഫ് വെൽ. ഇപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ 100% കൊടുത്ത് നമ്മളെ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് റെസ്റ്റ് എന്ത് ചെയ്യുക? അവിടെ ചെന്ന് കാമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ആ ഒരു ടിപ്പാണ് എനിക്ക് ഇപ്പൊ വിത്തിൻ ദിസ് ഷോർട്ട് ടൈം എനിക്ക് തരാൻ പറ്റുന്നത്. When will I receive my IELTS listening test result? IELTS listening test result റീഡിങ്ങിന്റെയും റൈറ്റിംഗിന്റെയും സ്പീക്കിങ്ങിന്റെയും എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അത് ഇപ്പൊ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ 13 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ 3 to 5 ഡേയ്സിന്റെ ഉള്ളിൽ you will get the results. Is it beneficial to preview the questions before listening to the audio? Yes, it is not only beneficial, it is highly important that you do that. അതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രിവ്യൂ എന്നതോട് കൂടി നമുക്ക് എന്ത് മനസ്സിലാവും? ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇതിനെ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് മൈൻഡിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാനും കൂളായിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും പറ്റുന്നത് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രിവ്യൂ ചെയ്യുമ്പോഴാണ്. Okay then. Now we have the first tip here. Read the instructions carefully. അപ്പൊ പ്രീ ലിസണിംഗ് സ്റ്റേജിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് കെയർഫുൾ ആയിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് യു ടു ഫോക്കസ് ഓൺ ഇൻസ്ട്രക്ഷൻ വേർഡ്സ്. വാട്ട് ആർ ഇൻസ്ട്രക്ഷൻ വേർഡ്സ്? അതാണ് ഞാനിവിടെ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു എന്താണ്, ഇപ്പൊ യൂസ് നോ മോർ ദാൻ 3 words. അതൊരു ഇൻസ്ട്രക്ഷൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, ഇങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ. എന്താ? യൂസ് നോ മോർ ദാൻ 3 words. 3 wordsൽ കൂടുതൽ ആൻസർ എഴുതാൻ യൂസ് ചെയ്യരുത്. ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം എഴുതാൻ പറ്റുന്ന വേർഡ്സ് എത്രയാ? 3 words ആണ്. 1 word എഴുതിയാലും ദ ആൻസർ ഇസ് കറക്റ്റ്. 2 words ആണെങ്കിൽ ഇറ്റ് ഇസ് കറക്റ്റ്. 3 words also correct. 4 words it is wrong. Okay, it is wrong. അപ്പം 3 wordsൽ exceed ചെയ്യാൻ പാടില്ല. Then another instruction ആണ് use no more than 1 word and or a number. Okay, അതെന്താ? 1 word എഴുതാം, the answer is correct. Or you can write a number. ഒരു നമ്പർ എഴുതാം, the answer is correct. You can write a number and a word. ക്ലിയർ ആയി? ഇപ്പൊ ഡേ എന്നാണ് ആൻസർ എങ്കിൽ യു ക്യാൻ റൈറ്റ് ഡേ, ദ ആൻസർ ഇസ് കറക്റ്റ്. ഓർ യു ക്യാൻ റൈറ്റ് 2 days, 2 ദിവസം. ഓക്കെ, യു ക്യാൻ റൈറ്റ് എ നമ്പർ ആൻഡ് ദാറ്റ് നമ്പർ എങ്ങനെയായിരിക്കണം? TWO എന്ന് എഴുതരുത്. അപ്പൊ അതെന്തായി? 2 words ആയി. യു ക്യാൻ റൈറ്റ് 2. എങ്ങനെ? ന്യൂമറിക്കൽ വാല്യൂല് 2 എഴുതാൻ പറ്റും. ഓക്കെ, സോ ചൂസ് 2 answers ഫ്രം ദ ലിസ്റ്റ്. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ചൂസ് 2 answers ഫ്രം ദ ലിസ്റ്റ്. അപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ആൻസർ ആണ് ഉണ്ടാവാന്ന് വിചാരിക്കും, അല്ലെ? ചൂസ് ദ കറക്റ്റ് ആൻസർ പോലെ. പക്ഷെ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ട് ചൂസ് 2 answers ഫ്രം ദ ലിസ്റ്റ്. അപ്പൊ ആ തന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്നും 2 answers ചൂസ് ചെയ്യാനാണെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ്. 2 answers ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഇതുപോലെയാണ് നമ്മുടെ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഇൻസ്ട്രക്ഷൻ വേർഡ്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനും, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, ഇപ്പൊ ഇറ്റ് ഈസ് എ ബ്രൈറ്റ് സണ്ണി ഡേ എന്നാണ് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ യൂസ് നോ മോർ ദാൻ 3 words. It is a bright sunny day. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസർ എഴുതി ഇറ്റ് ഇസ് എ ബ്രൈറ്റ് സണ്ണി ഡേ എന്ന് എഴുതി. ആൻസർ തെറ്റില്ലേ? ബ്രൈറ്റ് സണ്ണി ഡേ എന്ന് എഴുതിയാൽ ദ ആൻസർ ഇസ് കറക്റ്റ്. സണ്ണി ഡേ എന്ന് എഴുതിയാലും ദ ആൻസർ ഇസ് കറക്റ്റ്. ഡേ എന്ന് എഴുതിയാലും ദ ആൻസർ ഇസ് കറക്റ്റ്. ബട്ട് ആ 3 wordsൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് ഓടിയൊന്ന് കണ്ടുപിടിച്ചു, ബട്ട് യു ലൂസ് യുവർ മാർക്സ്. അതാണ് ഇൻസ്ട്രക്ഷൻ വേർഡ്സ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, now let's move on to the next slide. Preview the questions. Can you see the slide? Okay, preview the questions.
Tips for effectively handling the pre-listening stage. Preview the questions. Take a moment to skim through the questions. ഞാനിപ്പോ പറഞ്ഞതാണ് നമ്മള് ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നു. അപ്പൊ ഫസ്റ്റ് പാർട്ടില് ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് സ്കിം ത്രൂ ഇറ്റ്. സ്കിം മീൻസ് എന്താ, കാര്യമായിരുന്ന് വായിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, വായിച്ച് ജസ്റ്റ് എന്തൊക്കെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് എന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ദെൻ ഫോക്കസ് യുവർ അറ്റൻഷൻ ഓൺ റെലവെന്റ് ഡീറ്റെയിൽസ്. റെലവെന്റ് ആയ കാര്യങ്ങൾ. ഓക്കെ, എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഇപ്പൊ വാട്ട്, ഓക്കെ ഇവിടെ എന്തോ എന്താണ്, എന്തിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. വേർ, ഓക്കെ ഇവിടെ എന്തോ സ്ഥലത്തിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ റെലവെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ പ്രിവ്യൂ ദ ക്വസ്റ്റ്യൻസ്. Now let's move on to the next slide, and the another tip is identify keywords. Underline or highlight keywords or phrases. It can help you to recognize these key elements when you hear them. Okay, ippam where does the marriage take place എന്നാണ് വിചാരിച്ചോ. ഓക്കെ, അപ്പം എവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് എന്നുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ നിന്ന് മാരേജ് ഒരു ഇമ്പോർട്ടന്റ് കീവേഡ് ആണ് അല്ലെ. ആൻഡ് ദെൻ വേർ എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് കീവേഡ് ആണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് കീവേഡ്. ആൻഡ് എന്താണ് നടക്കുന്നത്, മാരേജ്. അപ്പൊ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് ആണ്. യു ക്യാൻ മാർക്ക് ദാറ്റ്. ഓക്കെ, എന്നിട്ട് ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, യു ക്യാൻ ലുക്ക് ഫോർ ദാറ്റ്. എവിടെ, ഒരു പ്ലേസ് ഓർ ഒരു ലൊക്കേഷൻ. ഓക്കെ, ആൻഡ് മാരേജ്. ഓക്കെ, ഈ ഒരു കീവേഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിസൺ ചെയ്യാനും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ദ അനദർ ടിപ്പ് വി ഹാവ്, ഐഡന്റിഫൈയിങ് ദ കീവേഡ്സ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. Tips for effectively handling the pre-listening stage. Review any visual aids. Okay, ഇത് നമ്മുടെ മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ അല്ലെങ്കിൽ ഡയഗ്രാം ലേബലിംഗ് ക്വസ്റ്റ്യൻസിലാണ്. ഇതൊക്കെ എന്താന്ന് തോന്നുന്നുണ്ടാവും അല്ലേ. അതാണ് ഞാൻ പറഞ്ഞു, വരുന്ന ലൈവുകളിൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും എടുത്ത് ഡിസ്കസ് ചെയ്യും. ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പാർക്കിന്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതൊരു വിഷ്വൽ എയ്ഡ് ആണ്. വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, വിഷ്വൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിൽ നിന്ന് നമുക്ക് ക്ലൂസ് കിട്ടും. ഓർ ഒരു ഡയഗ്രാം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണെന്ന് വിചാരിക്കുക. ഇതെല്ലാം ഇറ്റ്സ് ആക്ട്സ് ആസ് എ വിഷ്വൽ എയ്ഡ്. അപ്പൊ നിങ്ങൾക്ക് ആ വിഷ്വൽ എയ്ഡിന്ന് എന്ത് ചെയ്യാം, അത് അങ്ങനെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആദ്യം ആ വിഷ്വൽ എയ്ഡ്സ് എന്താണെന്ന് നോക്കുക. അത് എന്തിന്റെ മാപ്പാണ്, അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഏതൊക്കെ ഏരിയാസ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൽ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ആദ്യം റിവ്യൂ ചെയ്യാം. ക്യാൻ പ്രൊവൈഡ് അഡീഷണൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ക്ലൂസ്. ഓക്കെ, വിഷ്വൽ ആയിട്ടുള്ള എയ്ഡ് ഉണ്ടാവുമ്പോൾ അഡീഷണൽ ക്ലൂസ് അതിൽ നിന്ന് കിട്ടാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ റിവ്യൂ എനി വിഷ്വൽ എയ്ഡ്സ്. And next tip is in the next slide. Use your time wisely. Do not rush. അതാണ് നമുക്കിപ്പം ഓഡിയോ പ്ലേ ആവുമല്ലോ, വേഗം വായിച്ചു തീർക്കണം, അങ്ങനെ ആവരുത്. ഡു നോട്ട് റഷ്. അലോക്കേറ്റ് സഫീഷ്യന്റ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദ ടാസ്ക്. എന്നാണ് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ വേർഡ്സ് കറക്റ്റ് ആയിട്ട് വായിക്കുമ്പോൾ നമ്മൾ ഈ ടാസ്ക് എന്താണ്, ഈ ടാസ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ആൻഡ് ഗ്യാദർ ദ ഇൻഫോർമേഷൻ യു നീഡ്. മാക്സിമം ഇൻഫോർമേഷൻ ആ ഒരു ഇൻസ്ട്രക്ഷൻ വേർഡ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുന്നതിൽ നിന്നും മാക്സിമം ഇൻഫോർമേഷൻ നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ പ്രീ ലിസണിങ് സ്റ്റേജിൽ വരുന്ന ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രീ ലിസണിങ് സ്റ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്, റൈറ്റ്? ഓക്കെ, അപ്പൊ പ്രീ ലിസണിങ് സ്റ്റേജ് എന്താന്ന് മനസ്സിലായി. അതിന് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ടിപ്സ് മനസ്സിലായി. ഫസ്റ്റ് വൺ എന്തായിരുന്നു, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കെയർഫുൾ ആയിട്ട് വായിക്കുക, ദെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിവ്യൂ ചെയ്യുക, ദെൻ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ റിവ്യൂ എനി വിഷ്വൽ എയ്ഡ്സ്, ദെൻ യൂസ് യുവർ ടൈം വൈസ്ലി. ക്ലിയർ? അപ്പൊ പ്രീ ലിസണിങ് സ്റ്റേജ് എന്താ, initial stage ആണ്, and you can make use of these tips that I have provided you to sufficiently and efficiently use your time in pre-listening stage. Pre-listening stageൽ നിങ്ങളുടെ ടൈം കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ് ചെയ്യാം. ഓക്കെ, how can I stay focused during this short pre-listening stage? Yes, Thomas.
അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പം ഓഡിയോ ബ്രേക്ക് ഉണ്ടാവും അല്ലെ, ആ സ്റ്റേജിനെയാണ് നമ്മൾ പ്രീ ലിസണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടൈം കിട്ടും, അതിനാണ് പ്രീ ലിസണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറഞ്ഞേ, നമ്മള് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഫോക്കസ്ഡ് ആണ് ഓൾറെഡി. ഇപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ ഇൻസ്ട്രക്ഷൻ വേർഡ്സ് കറക്റ്റ് വായിക്കുന്നു, അവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമ്മൾ നോക്കുന്നു, ഓക്കെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, നമ്മുടെ കീവേഡ്സ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. ഇതൊക്കെ ചെയ്താൽ വി ആർ ഓൾറെഡി ഫോക്കസ്ഡ്. ഓക്കെ, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് അല്ല, ഇത് നമുക്ക് ഇത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈസ് there a way to practice the pre-listening stage? Yes, of course you should practice pre-listening stage. അതാ പറഞ്ഞത്, നമ്മൾ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വെറും ആ ഓഡിയോ കേട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കൽ മാത്രമല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു ഓഡിയോ മെറ്റീരിയൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രീ ലിസണിങ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ടിപ്സ് ഒക്കെ അതിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു പ്രീ ലിസണിങ് സ്റ്റേജ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാനും അതൊരു ഹാബിറ്റ് ആക്കി മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് പറ്റും. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾ IELTS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ അത് എക്സാം ഹാൾ ആയിട്ടേ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ബിക്കോസ് ഇതെല്ലാം ഞാൻ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളാ, അതേ കാര്യം തന്നെയാണ് ഞാൻ അവിടെയും പോയിട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ, പാനിക് ആവേണ്ട കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ഹായ് ജിൻഡു, ഹലോ. ഓക്കെ, now നമ്മുടെ പ്രീ ലിസണിങ് സ്റ്റേജ് അവിടെ കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വൈൽ ലിസണിങ് സ്റ്റേജ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്യാൻ യു സീ ദ സ്ലൈഡ്? വൈൽ ലിസണിങ് സ്റ്റേജ്, ലിസണിങ് ടു ദ ഓഡിയോ ആൻഡ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. വൈൽ ലിസണിങ് സ്റ്റേജ് സിമ്പിൾ ആണ് അല്ലെ. വൈൽ ലിസണിങ് സ്റ്റേജ് ആണ് നമ്മുടെ ആക്ച്വൽ എക്സാം എന്ന് പറയുന്നത്. വൈൽ ലിസണിങ് സ്റ്റേജിൽ എന്താണ്, ലിസണിങ് ടു ദ ഓഡിയോ പ്ലേ ആവുന്നു, ഓഡിയോ കേൾക്കുന്നു, ദെൻ എന്താ ചെയ്യുന്നത്, ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നു. സിമ്പിൾ അല്ലെ? സിമ്പിൾ അല്ല, നമുക്ക് നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇവിടെ നമ്മൾ വൈൽ ലിസണിങ് സ്റ്റേജ് എങ്ങനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ആൻസർ ചെയ്യാമെന്ന് നോക്കുന്നതാണ്. കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ലിസൺ അറ്റന്റീവ്ലി ആൻഡ് ആക്റ്റീവ്ലി. നമ്മളിപ്പോ ആക്റ്റീവ് ലിസണിങ് എന്താണെന്ന് പഠിച്ചില്ലേ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോ ആക്റ്റീവ് ലിസണിങ് എന്താണെന്ന് പഠിച്ചു. പേ ക്ലോസ് അറ്റൻഷൻ ടു ദ ഓഡിയോ വൈൽ ഇറ്റ്സ് പ്ലേയിങ്. ഓക്കെ, ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പറഞ്ഞ പോലെ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഓഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. ട്രെയിൻ യുവർ സെൽഫ് ടു ബി ആൻ ആക്റ്റീവ് ലിസണർ. ഞാൻ പറഞ്ഞു അല്ലെ, നമ്മൾ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാനും. ഓക്കെ, ആൻഡ് ബൈ കോൺസെൻട്രേറ്റിംഗ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ബീയിങ് സെഡ്. ഞാൻ പറഞ്ഞ കാര്യമാണ്, എന്താണ് ആ സ്പീക്കർ പറയുന്നത്, ആ ഓഡിയോയില് ആ സ്പീക്കർ എന്താണ് പറയുന്നത് എന്നുള്ള മെയിൻ കാര്യം, മെയിൻ മീനിങ് ഓർ മെയിൻ ഐഡിയ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യാം. ഓക്കെ, ആ ഒരു കീവേഡ് മാത്രം ശ്രദ്ധിച്ചിരിക്കാതെ എന്ത് ചെയ്യുക, നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി ഒക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആക്റ്റീവ് ലിസണിങ് കപ്പാസിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യാണ്. ആ സ്പീക്കർ എന്താണ് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ലിസൺ അറ്റന്റീവ്ലി ആൻഡ് ആക്റ്റീവ്ലി. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഫോക്കസ് ഓൺ കീവേഡ്സ്. Listen for keywords and phrases in the audio that directly relate to the questions. ഞാൻ പറഞ്ഞതാണ്, എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. Where will the conference take place? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ where is a keyword, conference is a keyword and take place is another keyword. അതെങ്ങനെയാണ് അത് കീവേഡ് ആവുന്നത്? അപ്പൊ കോൺഫറൻസ് ആണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത്, കോൺഫറൻസ് ആണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, വേർ എവിടെയാണ് കോൺഫറൻസ് നടക്കാൻ പോകുന്നത്? ടേക്ക് പ്ലേസ്, കോൺഫറൻസ് എന്താ പോകുന്നത്, നടക്കാൻ പോവാണ്. ഓക്കെ, സോ വേർ കോൺഫറൻസ്
ടേക്ക് പ്ലേസ്. ഇത് മൂന്നുമാണ് നമ്മുടെ കീവേഡ്. അപ്പൊ കീവേഡ് നമ്മൾ എന്ത് ചെയ്തു, ലിസൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ആദ്യം പ്രീ ലിസണിങ് സ്റ്റേജിൽ നമ്മൾ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഫോക്കസ് ചെയ്യാണ് വൈൽ ലിസണിങ് സ്റ്റേജിൽ ഓഡിയോ പ്ലേ ആവുന്ന സമയത്ത് നമ്മൾ ആ കീവേഡ്സ് ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആൻസർ അവിടെ കിട്ടി. ദ കോൺഫറൻസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ഡൗൺ ടൗൺ കൺവെൻഷൻ സെന്റർ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഡൗൺ ടൗൺ കൺവെൻഷൻ സെന്റർ. ഓക്കെ. ഓർ ഇപ്പൊ നമ്മുടെ ഇൻസ്ട്രക്ഷൻ വേർഡ്സ് നോക്കണം. അപ്പൊ 3 വേർഡ്സ് യൂസ് ചെയ്യാമെങ്കിൽ ദ ആൻസർ വിൽ ബി ഡൗൺ ടൗൺ കൺവെൻഷൻ സെന്റർ. ഓർ 2 വേർഡ്സ് ആണെങ്കിൽ കൺവെൻഷൻ സെന്റർ. ഓക്കെ. ഓക്കെ. അപ്പൊ കീവേഡ്സ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും അതിൽ നിന്ന് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാമെന്നും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. Then let's move on to the next slide. Beware of synonyms and paraphrasing. ഇപ്പൊ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യണം, കീവേഡ്സിനെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ കീവേഡ്സ് എക്സാക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു കീവേഡ്സ് എക്സാക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഓഡിയോയിൽ കേട്ടോളണം എന്നില്ല. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മലയാളത്തിൽ പര്യായ പദം എന്ന് പറയില്ലേ, അതാണ് സിനോണിം. അതായത് ഒരു വേർഡിന്റെ ഡിഫറെന്റ് അതേ അർത്ഥം വരുന്ന വേറെ വേർഡുകളിലാണ് നമ്മൾ സിനോണിം എന്ന് പറയുന്നത്. പാരഫ്രേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞതിനെ വേറൊരു രീതിയിൽ, സെയിം അർത്ഥം മാറാതെ വേറൊരു രീതിയിൽ മാറ്റി പറയുന്നതിനാണ് പാരഫ്രേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദ എക്സാക്ട് വേർഡ്സ് ഫ്രം ദ ക്വസ്റ്റ്യൻ മേ നോട്ട് അപ്പിയർ ഇൻ ദ ഓഡിയോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ വേർഡ്സ് തന്നെ ഓഡിയോയിൽ വന്നോളണം എന്നില്ല. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ഈസ് ദ കമ്പനീസ് ആനുവൽ മീറ്റിംഗ് ഷെഡ്യൂൾഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ക്വസ്റ്റ്യനിൽ നിങ്ങൾ തന്നു. അപ്പൊ നിങ്ങൾ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തു. വെൻ എന്നുള്ളത് ഒരു കീവേഡ് ആണ്. ദെൻ കമ്പനീസ് ആനുവൽ മീറ്റിംഗ് ഒരു കീവേഡ് ആണ്. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ കേൾക്കുകയാണ്. പക്ഷെ ഓഡിയോയിൽ ഇത് കേൾക്കുന്നില്ല. കമ്പനീസ് ആനുവൽ മീറ്റിംഗ് എന്നൊരു സാധനം നമ്മൾ ഓഡിയോയിൽ കേൾക്കുന്നില്ല. അപ്പൊ നമ്മൾ പാനിക് ആവും. അതാണ് പറഞ്ഞത്. പക്ഷെ ആൻസർ എന്താ? അതായത് ഓഡിയോയിൽ എന്താ വരുന്നത്? ദ കമ്പനി ഹാസ് സെറ്റ് ദ ഡേറ്റ് ഷെഡ്യൂൾഡ്. കണ്ടോ? ഷെഡ്യൂൾഡ് എന്നുള്ള വേർഡിന്റെ വേറൊരു രീതിയിൽ പറയാണ് സെറ്റ് ദ ഡേറ്റ് ഫോർ ഇറ്റ്സ് ഇയർലി ഗാദറിംഗ് ആനുവൽ മീറ്റിംഗ്. ആനുവൽ മീറ്റിംഗിനെ വേറൊരു രീതിയിൽ പറയുന്നതാണ് ഇയർലി ഗാദറിംഗ് ഓൺ 20th March 2023. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 20th March 2023 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരാം. ക്ലിയർ ആയോ? അപ്പോ കീവേഡ്സ് നമ്മൾ മാർക്ക് ചെയ്തുവെങ്കിലും അതേ വേർഡ്സ് കേൾക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? പ്രതീക്ഷിക്കരുത്. അതിന്റെ സിനണിം അല്ലെങ്കിൽ പാരഫ്രേസ്ഡ് വേർഷൻ ആയിരിക്കും ഓഡിയോയിൽ വരുന്നുണ്ടായിരിക്കുക. ഈ സിനണിംസ് ആൻഡ് പാരഫ്രേസിംഗ് എന്നുള്ള ഒരു പാർട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഓക്കെ. What should I do if I miss some information while listening to the recording? Okay. അപ്പൊ ഇതിനുള്ള ആൻസർ ആണ് നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. You can see the next slide. Stay calm. Don't panic if you miss a word or a phrase. അപ്പൊ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ നിങ്ങൾ മിസ് ചെയ്തു. ഇപ്പൊ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വേർഡ് അല്ലെങ്കിൽ ഒരു ആൻസർ മിസ്സായി പോയി എന്ന് വിചാരിക്കാം. യു ഷുഡ് നോട്ട് പാനിക്. എന്താ ചെയ്യണ്ടേ? കണ്ടിന്യൂ ലിസണിങ് ഫോർ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് അതർ ക്ലൂസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബീങ് സെഡ്. ഇവിടെയാണ് നമ്മുടെ ആക്റ്റീവ് ലിസണിങ് സ്കില്ല് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. വേർഡ് മിസ്സായി പോയി, നോ പ്രോബ്ലം. നമ്മൾ കേട്ടു, ആ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് അത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ആൻസറിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് നടത്താൻ നമുക്ക് പറ്റും. ഓക്കെ. സോ യു ഷുഡ് നോട്ട് പാനിക് ഇഫ് യു മിസ് എ വേർഡ് ഓർ എ ഫ്രേസ്. ജസ്റ്റ് എന്ത് ചെയ്യാം? മൂവ് ഓൺ. എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക. ആൻഡ് ദെൻ യു ക്യാൻ ലേറ്റർ ഓൺ ഗസ് ദ ആൻസർ. ഓക്കെ. Okay, now next tip we have on the next slide. Keep an eye on the clock. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബി അവെയർ ഓഫ് ദ ടൈം യു ഹാവ് ഫോർ ഈച്ച് പാർട്ട്. ഈച്ച് പാർട്ടിന് അല്ലെങ്കിൽ ഈച്ച് സെക്ഷന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം. ഓക്കെ. എപ്പോഴും നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് വി ഷുഡ് ഹാവ് എൻ ഐഡിയ. ഈ ഒരു ടാസ്ക് ചെയ്യാൻ എനിക്ക് ഇത്രയും ടൈമാണ് അലോട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അലോട്ട് ചെയ്യുക. ഇത്ര ടാസ്ക് നമുക്കറിയാം, ഇത്രയും ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഓഡിയോ ഇത്ര മിനിറ്റേ ഉള്ളൂ നമുക്കറിയാം അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ട് 1 ഒക്കെ ആണെങ്കിൽ
5 minutes, 4 to 5 minutes ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു ഇത് you should have in the back of your mind. Okay, now let's see the next slide. Answer all the questions. You should answer all the questions. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ആൻസർ ചെയ്യണം. Why? Because നിങ്ങൾക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് നമ്മുടെ IELTS-ൽ ഇല്ലാത്തത് കൊണ്ട് യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ. തെറ്റിക്കോട്ടെ, in the sense it will not affect your correct score. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കിട്ടിയിട്ടുള്ള സ്കോറിൽ നിന്ന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് യു ക്യാൻ മേക്ക് എൻ എഡ്യൂക്കേറ്റഡ് ഗസ്. ബട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ബട്ട് ഇൻ കേസ് എത്തിയാലും ആൻസർ ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സ്ലൈഡ്. ചെക്ക് യുവർ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷമം പോവും. എന്താണ്, അവര് ആൻസർ കറക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, കറക്റ്റ് നമ്പർ ഓഫ് വേർഡ്സ് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ എന്താ, എഴുതിപ്പോയ സ്പെല്ലിംഗ് തെറ്റി, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ചെയ്ത സമയത്ത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ചെയ്തില്ല, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കേണ്ട സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തില്ല. അപ്പൊ എന്താ, ഗ്രാമർ തെറ്റിപ്പോയില്ലേ? അതേപോലെയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കും. അപ്പൊ കറക്റ്റ് ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്കറിയാം കറക്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ട്, കറക്റ്റ് വേർഡ് നമ്പർ ഓഫ് വേർഡ്സ് 3 ആണെങ്കിൽ 3 തന്നെ ഞാൻ എഴുതിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 ആണെങ്കിൽ 2 എഴുതിയിട്ടുള്ളൂ. പക്ഷെ ആൻസർ തെറ്റിപ്പോയി. കാരണം എന്താ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ വന്നിട്ടുണ്ട്. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് IELTS-ൽ ഗ്രാമർ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ കൂടെ നമ്മൾ എല്ലാ വെനസ്ഡേയും IELTS-ൽ ഗ്രാമർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രാമറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം വൈൽ ലിസണിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യു ഷുഡ് പ്രാക്ടീസ് ദ സ്കിൽ ഓഫ് ലിസണിങ് ആക്റ്റീവ്ലി ആൻഡ് ദെൻ യു ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ദ കീവേഡ്സ് ഫോക്കസ് ചെയ്യുകയാണെങ്കിലും യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദ സിനോണിംസ് ആൻഡ് പാരഫ്രേസിംഗ്. Clear? Then you should always have an idea about the time you have. Then you should stay calm as possible even if you miss a word or a phrase. Then what is the last tip? Check your spelling and grammar. Spelling and grammar should be right and you should also answer all the questions. So ഒരു question skip ചെയ്യരുത്. You should answer all the question even if you have doubts about some question. Okay? These are some tips that you can use in your while listening stage. Now we are moving on to the next slide, and the last stage we have is post listening stage. Post listening stage il endalle? Okay, appo nammal ipo pre listening stage padichu, adu kazhinju while listening il endokke cheyanennu padichu. Ini last stage aanu post listening stage. Adil first enda transfer of answers aanu. Okay, transfer of answers ആണ്. Approximately 10 minutes at the end of listening test will be given to you to transfer your answers from എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നിങ്ങൾ ആൻസർ, ആ ബ്ലാങ്കിലാണ് നിങ്ങൾ ആൻസർ ഫിൽ ചെയ്തിട്ടുള്ളത്, ആൻഡ് യു വിൽ ബി ഗിവൻ 10 minutes to transfer your answers. ഇതാണ് പോസ്റ്റ് ലിസണിംഗ് സ്റ്റേജിൽ നടക്കുന്നത്. Okay, now let's move on to the next slide. The second one is check for errors. ഈ ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, while transfer your answers, you should always double check for any errors or inconsistencies. Make sure, അപ്പം നമ്മളിപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള, നമ്മളിപ്പോ ഇതിൽ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് എല്ലാ ബ്ലാങ്കിലും ആൻസർ ചെയ്തിട്ടുള്ളത്, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയി, അപ്പൊ അല്ലെങ്കിൽ ബ്ലാങ്ക് മാറിപ്പോയി, ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയി, ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ അവിടെ മാർക്ക് പോവും. കറക്റ്റ് ആൻസർ ആണെങ്കിൽ കൂടെ തെറ്റിപ്പോവും, ആൻസറിന്റെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവും. ഓക്കെ, അപ്പോൾ യു ഷുഡ് ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഡബിൾ ചെക്ക് ചെയ്യുക, എപ്പോഴും എന്ത് ചെയ്യുക, എഴുതിയിട്ടുള്ളത് ഞാൻ ഇത് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നൗ ഇത് രണ്ടും അപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മുടെ പേപ്പർ ബേസ്ഡ് ടെസ്റ്റിലാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. റിവ്യൂ യുവർ വർക്ക്. ഓക്കെ, ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റിലും പേപ്പർ ബേസ്ഡ് ടെസ്റ്റിലും നിങ്ങൾക്ക് ഈക്വലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. റീചെക്ക് യുവർ ആൻസേഴ്സ് ടു എൻഷുർ ദേ ആർ കംപ്ലീറ്റ് ആൻഡ് അക്യുറേറ്റ്.
എഴുതിയിട്ടുള്ളത് കറക്റ്റ് ആണ്, ഗ്രാമർ കറക്റ്റ് ആണ്, സ്പെല്ലിങ് കറക്റ്റ് ആണ്, ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇറേഴ്സ് ഒന്നും വന്നിട്ടില്ല, എല്ലാം കറക്റ്റ് ആണ് എന്ന് റീചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജ്. Okay, so that's about our post listening stage. You will get 10 minutes to transfer your answers, and you should always check for errors. Double check ചെയ്യുക, എന്തെങ്കിലും ബ്ലാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടോ, ഏതെങ്കിലും ബ്ലാങ്ക് മിസ്സായി പോയിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്സോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഏത് ആൻസർ എഴുതി എന്നുള്ളതല്ല എക്സാമിനർ വാല്യൂ ചെയ്യുക. നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആൻസേഴ്സ് എങ്ങനെയാണോ അതാണ് വാല്യൂ ചെയ്യുന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് ലിസണിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് എഫക്റ്റീവ് ടിപ്സ് നോക്കി. യു ഷുഡ് ട്രൈ ദാറ്റ്. ഓക്കെ, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും ആൻഡ് യു ഷുഡ് ട്രൈ ഇറ്റ്. അത് ഇപ്പൊ ലിസണിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു കുട്ടി പറഞ്ഞിരുന്നു, മാം എത്ര ശ്രമിച്ചാലും എനിക്ക് ലിസണിങ്ങിൽ ബാൻഡ് അങ്ങോട്ട് കയറുന്നില്ല, ബാക്കി സ്കില്ല് പോലെയല്ല, ലിസണിങ്ങിൽ ബാൻഡ് അങ്ങോട്ട് കയറുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ആണ് ഞാൻ അതും കൂടി കേട്ടതുകൊണ്ടാണ് ഞാൻ ഇത് പ്രശ്നം നേരിടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ലിസണിങ് സ്കിൽസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 സ്റ്റേജസ് ഓഫ് IELTS ലിസണിങ് ആണ്. പ്രീ ലിസണിങ് സ്റ്റേജ്, വൈൽ ലിസണിങ് സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ലിസണിങ് സ്റ്റേജ്. ഓക്കെ, അതെന്തൊക്കെയാണ്, അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് നോക്കിയത്. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ടു യു ആൻഡ് ഐ ഹോപ്പ് ദറ്റ് യു എൻജോയ്ഡ് this session as well. And in next Friday I'll be coming with different type of questions in IELTS listening test. Okay, so thank you guys, thank you so much for joining with me today. All the best, keep practicing. Okay, bye bye.